അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന വിശ്വാസികൾ പറഞ്ഞാൽ മാത്രം പോരാ, ആ പ്രവാചക ചര്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ പ്രവാചകൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നമ്മെക്കൊണ്ട് സാധ്യമാവുന്ന അളവിൽ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യാൻ നമുക്ക് സാധ്യമാവണം. പ്രവാചകൻ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തെ വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള വചനമാണ് തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ചത്. അള്ളാഹു പറയാണ്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലൻ നാസി വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. വകദാലിക ജഅൽനാകും, അപ്രകാരം നാം നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു, ആക്കിയിരിക്കുന്നു, ഉമ്മത്തൻ വസതൻ, ഒരു മധ്യമ സമൂഹമാക്കി നിങ്ങളെ മാറ്റിയിരിക്കുന്നു. തീവ്രതയുടെയും ജീർണതയുടെയും രണ്ട് ധ്രുവങ്ങളിലേക്കും വ്യതിചലിക്കാത്ത വളരെ കൃത്യമായ ഒരു മധ്യമ സമൂഹമാക്കി അല്ലാഹു മുസ്ലിമയെ മാറ്റിയിരിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. എന്തിന്? ലിതകൂനു ശുഹദാ അലൻ നാസി വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. നിങ്ങൾക്ക് ദൗത്യമുണ്ട്, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടിയാണത്. ലിതകൂനു ശുഹദാ അലൻ നാസി, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാവാനും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പ്രവാചകൻ എപ്രകാരമാണോ നിങ്ങൾക്ക് സാക്ഷിയായത്, അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ അള്ളാഹു നിങ്ങളെ ഒരു മധ്യമ സമൂഹമാക്കി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ, ഖുർആനിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ജനങ്ങൾക്ക് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ വാമൊഴിയായി കുറെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക എന്നത് മാത്രമല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ജീവിതം കൊണ്ട്, ആ ജീവിതത്തിലെ ഉന്നത മാതൃകകൾ കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് എന്താണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് സാക്ഷിയാവുക. പ്രവാചകൻ സാക്ഷിയായതുപോലെ നമ്മളും സാക്ഷിയാവാൻ ശ്രമിക്കുക. പ്രവാചകനെ പോലെ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പ്രവാചകനെ പോലെ ഏറ്റവും ഉദാത്തമായ മാതൃകയിലൊന്നും എത്തിച്ചേരാൻ നമ്മെക്കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ പ്രവാചക ജീവിതത്തെ മാതൃകയാക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് നമ്മുടെ അവസ്ഥയിൽ ഏറ്റവും ഉയർന്ന ഒരു തലത്തിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് എത്തിപ്പെടാവുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിപ്പെടാൻ കഴിയും എന്നുള്ളതാണ്. ആ പ്രവാചകൻ എപ്രകാരമാണോ ലോകത്തിന് സാക്ഷിയായത്, അതുപോലെ ദീനിന്റെ മാതൃകയായി നിങ്ങളും മാറുക എന്നുള്ളതാണ്. പ്രവാചകൻ സാക്ഷിയാണ്. പ്രവാചകനെ വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒന്നാമത്തെ വിശേഷണം ഈ ദീനിന്റെ സാക്ഷി, ഈ ദീനിന്റെ പ്രബോധകൻ എന്നല്ല, അതിന്റെ മുമ്പ് തന്നെ പറഞ്ഞ ദീനിന്റെ സാക്ഷി എന്നാണ്. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഓ പ്രവാചകരെ, നിശ്ചയം നാം നിങ്ങളെ അയച്ചിട്ടുള്ളത് സാക്ഷിയായിട്ടാണ്. ഈ ദീനിന്റെ വളരെ കൃത്യമായ സാക്ഷ്യം നിർവഹിക്കുന്നവനായിട്ടാണ് പ്രവാചകരെ നിശ്ചയം നാം നിങ്ങൾ അയച്ചിട്ടുള്ളത്. വമുബശ്ശിറൻ വനദീറാ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായിട്ടാണ് അയച്ചിട്ടുള്ളത്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി ക്ഷണിക്കുന്നവനായിട്ടാണ്, പ്രകാശിക്കുന്ന വിളക്കായിട്ടാണ് പ്രവാചകരെ നിശ്ചയം നാം നിങ്ങൾ അയച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വിശേഷണം ഷാഹിദ്, സാക്ഷി എന്നുള്ളതാണ്. ഈ ദീൻ എന്താണെന്ന് പ്രവാചക ജീവിതത്തിലൂടെ ജനങ്ങൾ അറിയുകയായിരുന്നു.
പ്രാരംഭത്തിൽ തെറ്റിദ്ധരിച്ചു പോയ കുറെ ആളുകൾ ഇന്നാളുകളെ തെറ്റിദ്ധരിച്ചതുപോലെ തന്നെ അതിനേക്കാൾ മോശമായ രീതിയിലൊക്കെ പ്രവാചകനെയും ദീനിനെയും മനസ്സിലാക്കി വെച്ച കാലമുണ്ടായിരുന്നു. പക്ഷെ പ്രവാചകൻ തന്റെ ജീവിതം കൊണ്ട് അത് തിരുത്തി കൊടുത്തത്. പ്രവാചകൻ അങ്ങനെയൊന്നുമല്ല, ഈ ദീൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെയല്ല എന്ന് തന്റെ ജീവിതം കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തത്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ ഒരു സ്വഹാബിയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ക്രൈസ്തവ പുരോഹിതനായിരുന്നു. പ്രവാചകനിൽ ആകൃഷ്ടനായാണ് അദീ ഇബ്നു ഹാത്തിം ഈ ദീനിലേക്ക് വന്നത്, പ്രവാചകനിൽ വിശ്വസിക്കുന്നത്. പ്രവാചകനെ കുറിച്ച് കേട്ടറിഞ്ഞ് മദീനയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അദീ ഇബ്നു ഹാത്തിം മദീനയിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ തിരക്കിലാണ്. പ്രവാചകൻ ഏതോ ഒരു യാത്രക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കമാനങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ബിസി ആയിട്ടുള്ള ഒരു സമയത്താണ് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു മദീനയിൽ മസ്ജിദുൻ നബവിയിൽ എത്തിപ്പെടുന്നത്. അദീ ഇബ്നു ഹാത്തിം ഒരു ദൃശ്യം, ഒരു കാഴ്ച ശ്രദ്ധിച്ചു. അതായത് സമൂഹത്തിൽ ഒരു അടിമപ്പെണ്ണ്, അടിമകളുണ്ടായിരുന്ന കാലമായിരുന്നു നമുക്കറിയാം അന്നത്തെ കാലം. വളരെ ദുർബലയായ, വളരെയധികം ക്ഷീണിച്ച ഒരു സ്ത്രീ പ്രവാചകനോട് എന്തോ കാര്യം പറയാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹോദരിയുടെ വാക്കുകൾ കേൾക്കാൻ ദീർഘനേരം തന്റെ കാതുകൾ കൂർപ്പിച്ചു നിൽക്കുകയാണ്. മണിക്കൂറോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരക്കിനിടയിൽ ആ ക്ഷീണിച്ച ദുർബലയായ സഹോദരിയുടെ വാക്കുകൾ കേൾക്കാൻ തന്റെ കാതുകൾ ഇങ്ങനെ കൂർപ്പിച്ചു നിൽക്കുന്ന രംഗം കാണുമ്പോ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു അത്ഭുതം കൂറുന്നു. ഇത് മദീനയിലെ ഭരണാധികാരിയാണ്, ഇത് മുസ്ലിങ്ങളുടെ നേതാവാണ്. പക്ഷെ ഇദ്ദേഹം കേവലം ഒരു രാജാവല്ല, കേവലം ഒരു ഭരണാധികാരിയല്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠിക്കണം, അന്വേഷിക്കണം. അങ്ങനെയാണ് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങുന്നതും പ്രവാചകന്റെ ഒരു ശിഷ്യനായി, ഒരു സ്വഹാബിയായി അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മദീനയിലേക്ക് മസ്ജിദ് നബവിയിലേക്ക് അദ്ദേഹം വരുമ്പോ പ്രവാചകനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും തെറ്റായ ധാരാളം ധാരണകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ ധരിച്ചു വെച്ചിട്ടുള്ളയാളല്ല, ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഇത് ലോകത്തിന് കാരുണ്യമായിട്ട് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള നബിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടും കാരുണ്യമായിട്ടുമാണ് പ്രവാചകരെ നിങ്ങളെ നാം നിയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ട്, മനുഷ്യര് മാത്രമല്ല പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളുണ്ട്, എല്ലാറ്റിനോടും കാരുണ്യമല്ലേ. പ്രവാചകനോട് പരാതി പറയാത്ത ഏത് ജീവജാലമാണുള്ളത്? ഒട്ടകത്തിന്റെ മുഖത്ത് നോക്കി ആ ഒട്ടകത്തിന്റെ പ്രയാസം റസൂലുള്ള മനസ്സിലാക്കിയില്ലേ? ഒട്ടകത്തിന്റെ മുഖഭാവം നോക്കി ഈ ഒട്ടകം കരയുന്നു എന്ന് തിരിച്ചറിയുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ യജമാനനെ വിളിച്ച് ശാസിക്കുന്നു, മിണ്ടാപ്രാണികളെ ഇങ്ങനെ പ്രയാസപ്പെടുത്താൻ പാടില്ല, അവർക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കണം എന്ന് മാത്രമല്ല, അവയുടെ മുതുകിൽ അവർക്ക് താങ്ങാൻ കഴിയാത്തത് കയറ്റിവെക്കാൻ പാടില്ല, ഒട്ടകത്തെ കെട്ടിയിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്താൻ പാടില്ല, മേയാൻ വിടണം. ഒട്ടകത്തിന്റെ യജമാനനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്. ഒട്ടകം മുതൽ ഉറുമ്പ് വരെ, ഭൂമിയിലെ വലിയ ജീവികൾ തൊട്ട് മനുഷ്യൻ കണ്ണുകൊണ്ട് സാധാരണ അവസ്ഥയിൽ കാണുന്ന ചെറിയ ജീവികൾ വരെ എല്ലാറ്റിനോടും കാരുണ്യം. ഉറുമ്പിനെ കരിച്ചു കളയാൻ പാടില്ല, നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ പോലും. അങ്ങനെയുള്ള ഉപദേശങ്ങൾ ധാരാളം നൽകുകയ പ്രവാചകൻ. പക്ഷികളെ കൂട്ടിലിട്ടുകൊണ്ട് പ്രയാസപ്പെടുത്താൻ പാടില്ല. അമ്മക്കിളിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വേർപെടുത്തി അവരെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിക്കുകയാണ്, ചെയ്തേക്കരുത്. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം, ചുറ്റിലിരിക്കുന്ന ആളുകളോട്, ചുറ്റുപാടുമുള്ള മനുഷ്യരോട് എന്തെന്നില്ലാത്ത കാരുണ്യം, കാരുണ്യത്തിന്റെ പ്രവാഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രവഹിച്ചത്.
ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഓ പ്രവാചകരെ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അവരോട് സൗമ്യമായിട്ട് പെരുമാറാൻ സാധിക്കുന്നത്. എന്തൊരു സൗമ്യതയാണ് അങ്ങയുടെ പെരുമാറ്റത്തിന്! അള്ളാഹുവിന്റെ കാരുണ്യം അങ്ങയുടെ പെരുമാറ്റത്തിലൂടെ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക. പ്രവാചകരെ, അങ്ങെങ്ങാനും പരുക്കൻ ഹൃദയമുള്ള മനുഷ്യനായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗം ആളുകൾ ഇരിക്കില്ലായിരുന്നു. അങ്ങയുടെ ചുറ്റിൽ നിന്നും ആളുകൾ എഴുന്നേറ്റ് പോകുമായിരുന്നു, അങ്ങ് പരുക്കൻ ഹൃദയമുള്ള മനുഷ്യനായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ഈ കാരുണ്യം എന്ന് പറയുന്ന ഈ ഉത്കൃഷ്ടമായ സ്വഭാവം അങ്ങ് കൈവടിഞ്ഞു പോകരുത്. എപ്പോഴും അത് നിലനിർത്തണം. ഫഅഫു അൻഹും, ആളുകൾക്ക് പരമാവധി വിട്ടുവീഴ്ച നൽകണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി ഇങ്ങനെ പാപമോചനം ചോദിച്ചുകൊണ്ടേയിരിക്കണം. വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങൾ അവരോടുകൂടി കൂടിയാലോചിക്കണം. അങ്ങ് പ്രവാചകനാണ് എങ്കിലും മനുഷ്യന്റെ ഭൗതികമായ കാര്യങ്ങളിൽ അവരോടും കൂടിയാലോചിക്കണം. നബിയോട് പറയാൻ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അങ്ങനെ കാര്യങ്ങൾ കൂടിയാലോചിച്ച് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, നിശ്ചയം അല്ലാഹു തആല ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. പ്രവാചകൻ, ആ പ്രവാചകന്റെ സൗമ്യത, ആ പ്രവാചകന്റെ കാരുണ്യം, അല്ലാഹു അത് വല്ലാത്തൊരു സൗമ്യതയാണെന്ന് പറയാണ് സഹോദരങ്ങളെ. നമുക്കത് ചരിത്രത്തിൽ ഉടനീളം കാണുന്നുണ്ട്. കാരുണ്യത്തിന്റെ പ്രവാചകനെ നമ്മൾ പ്രവാചക ചരിത്രത്തിൽ ഉടനീളം വായിക്കുകയാണ്. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സ്വഹാബിമാരും വിശ്രമിക്കാൻ തയ്യാറായപ്പോ റസൂലുള്ളാഹിയും ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാള് കവറിലാക്കിക്കൊണ്ട് മരക്കൊമ്പിൽ തൂക്കിയിട്ടു എന്നാ പറയുന്നത്. ഈ രംഗം കണ്ട് ഒരു അയറാബി, ഒരു മനുഷ്യൻ, ഇത് മുഹമ്മദിനെ വകവരുത്താനുള്ള വലിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കി ഈ വാള് കൈക്കലാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന മനുഷ്യനെയാണ് കാണുന്നത്. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, മൻ യംനഉക മിന്നി യാ മുഹമ്മദ്. തന്റെ കയ്യിൽ വാളുള്ള ധൈര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, മുഹമ്മദേ, ഈ വാളിൽ നിന്നും നിന്നെ ആരാണ് രക്ഷപ്പെടുത്തുക? പക്ഷേ പതറിപ്പോയില്ല, തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല, എന്ത് പറയണം എന്നറിയാതെ ആശങ്കിച്ചു പോയില്ല പ്രവാചകൻ. ആശങ്കയില്ലാതെ, ക്ഷീണമില്ലാതെ, ആർജവത്തോടെ, ധൈര്യത്തോടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു എന്നെ രക്ഷിക്കും. ഈ വാളിൽ നിന്നല്ല, ആരൊക്കെ വാളോങ്ങിയാലും അല്ലാഹു എന്നെ രക്ഷിക്കും. അല്ലാഹ് എന്നുള്ള ആ ആർജവത്തിന്റെ വാക്കുകൾ കേട്ടപ്പോ ആ മനുഷ്യന്റെ, അയറാബിയുടെ കൈകൾ വിറച്ചു, വാള് നിലത്ത് വീണു. ആ വാളെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മൻ യംനഉക മിന്നി, ഈ വാളിൽ നിന്ന് ആരാണ് നിന്നെ രക്ഷപ്പെടുത്തുക? ആരാണ് നിന്നെ രക്ഷപ്പെടുത്തുക? അയറാബി എന്താ പറഞ്ഞെന്നറിയോ? കുൻ ഖൈറൻ മിന്നി യാ മുഹമ്മദ്. മുഹമ്മദ്, എന്നെ പോലെയാവരുത്, എന്നെക്കാൾ നിലവാരം പുലർത്തണം, എന്നെക്കാൾ നിലവാരം പുലർത്തണം, നീ എന്നെക്കാൾ ഉത്തമനായി നീ മാറണം. ഈ വാള് കൊണ്ട് ദയവ് ചെയ്ത് എന്നെ ശരിപ്പെടുത്തരുത്. വാഹിദുക അല്ലാ ഉഖാതിലക വലാ അകൂന മാ ഖൗമി യുഖാതിലൂനക. നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ നിന്നോട് യുദ്ധം ചെയ്യില്ലെന്നും നിന്നോട് യുദ്ധം ചെയ്യുന്നവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ലെന്നും നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. റസൂലുള്ളാഹി അയാളെ വെറുതെ വിട്ടു, കൊന്നില്ല, ഒന്നും ചെയ്തില്ല, വെറുതെ വിട്ടു, ഫ്രീ ആക്കി വിട്ടു. ആ മനുഷ്യൻ വിമോചിതനായതിനു ശേഷം അദ്ദേഹത്തിന്റെ ജനതയുടെ അടുക്കൽ ചെന്ന് പറയാണ്, ജിഅ്തുകും മിൻ ഇൻദി ഖൈറിൻ നാസ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായ ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്, ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്. അള്ളാന്റെ റസൂലിന്റെ കാരുണ്യം ധീരത കലർന്ന കാരുണ്യമായിരുന്നു, മാപ്പുസാക്ഷിയുടെ കാരുണ്യമല്ല,
ധീരത കലർന്ന കാരുണ്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാരുണ്യം. അതാവണം വിശ്വാസിയുടെ പെരുമാറ്റം. തന്നെ കൊല്ലാൻ വന്നവരോട് പോലും അവരെ കൊല്ലാനും അവരോട് പ്രതികാരം ചെയ്യാനും എല്ലാ സാഹചര്യമുണ്ടായിട്ടും എല്ലാ അവസരങ്ങളും ഒത്തുവന്നിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച നൽകി എന്നുള്ളതാണ്. റസൂലുള്ളാഹിയെ വധിക്കാൻ വേണ്ടി മദീനയിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു യമാമയിലെ ഭരണാധികാരിയായിരുന്ന സുമാമത്ത് ബിൻ ഉസാൽ. അദ്ദേഹത്തിന്റെ പേര് സുമാമത്ത് ബിൻ ഉസാൽ എന്നാണ്. മദീനയിൽ ഇങ്ങനെ സ്ക്വാഡ് നടത്തുകയാ. എന്തിനാണ് അദ്ദേഹം മദീനയിൽ റോന്ത് ചുറ്റുന്നത്, ചുറ്റിക്കറങ്ങുന്നത്? റസൂലുള്ളാഹിയെ കൊല്ലാൻ. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ പിടികൂടി സ്വഹാബിമാരെ മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്നു. അവർക്കറിഞ്ഞുകൂടാ ഇത് യമാമയിലെ ഭരണാധികാരിയായ സുമാമയാണെന്ന്. പക്ഷേ പിന്നീട് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകന്റെ ആഹ്വാനം കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വന്നതാണ്. സഹാബിമാർ അദ്ദേഹത്തെ മസ്ജിദുൻ നബവിയിൽ ബന്ദിയാക്കി. 4 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും കൂടെ മസ്ജിദുൻ നബവിയിൽ സുമാമ താമസിച്ചു. ഒരു നിലക്കും സുമാമയെ ഉപദ്രവിച്ചിട്ടില്ല. ബന്ധനസ്ഥനാണ് സുമാമ. ബന്ദിയുടെ എല്ലാ അവകാശങ്ങളും, നേരത്തിന് ഭക്ഷണവും അതുപോലെ തന്നെ ബന്ദിയോടുള്ള ആതിഥ്യ മര്യാദകളും എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ സഹാബിമാർ അവരുടെ കൂടെ സുമാമയെ കൂട്ടി എന്നുള്ളതാണ്. സുമാമ കൂടി അവരുടെ കൂടെ കഴിഞ്ഞുകൂടി. ഓരോ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയെ കാണുമ്പോ എന്താ സുമാമ അവസ്ഥയെന്ന് ചോദിക്കുന്നുണ്ട്. കൈഫൽ ഹാൽ ചോദിക്കുന്നുണ്ട്. സുമാമ പറയുന്നുണ്ട് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയുമില്ല സുമാമയ്ക്ക്. കാരണം പ്രവാചകനെ കൊല്ലാൻ, മദീനയിലെ ഭരണാധികാരിയെ കൊല്ലാൻ, മുസ്ലിങ്ങളുടെ നായകനെ കൊല്ലാൻ, അള്ളാഹുവിന്റെ ദൂതനെ കൊല്ലാൻ വന്നതാണ്. ആരാ വെറുതെ വിടുക? ഒരു പ്രതീക്ഷയുമില്ല സുമാമയ്ക്ക്. പക്ഷേ സുമാമ പറഞ്ഞു നോക്കി, മുഹമ്മദേ, താങ്കൾ എന്നെ വധിക്കുകയാണെങ്കിൽ ഞാൻ വധശിക്ഷയ്ക്ക് എല്ലാ നിലക്കും അർഹനാണ്. എന്നെ കൊല്ലുകയാണെങ്കിൽ അത് അപരാധമൊന്നുമല്ല. എല്ലാ നിലക്കും ഞാൻ വധശിക്ഷയ്ക്ക് അർഹനാണ്. പക്ഷേ എനിക്ക് മാപ്പ് നൽകുകയാണെങ്കിലോ ഞാൻ താങ്കളോട് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കും. എത്ര പണം വേണമെങ്കിലും നൽകാം. 4-ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോചനദ്രവ്യവും സ്വീകരിക്കാതെ തന്നെ, ഒരു ഡിമാൻഡും ഇല്ലാതെ തന്നെ സുമാമയെ മോചിപ്പിച്ചു എന്നുള്ളതാണ് സഹോദരങ്ങളെ. വല്ലാത്ത കാരുണ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സുമാമ അനുഭവിച്ചത്. ഇസ്ലാം സ്വീകരിക്കാനൊന്നും സുമാമയോട് പറഞ്ഞിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ചാലേ നിന്നെ മോചിപ്പിക്കൂ എന്നും പറഞ്ഞിട്ടില്ല. സുമാമ വിമോചിതനായി. തൊട്ടടുത്തുള്ള ഒരു ഈത്തപ്പനത്തോപ്പുണ്ട്. ആ ഈത്തപ്പനത്തോപ്പിലെ കുളത്തിൽ പോയി സുമാമ നല്ലതുപോലെ വൃത്തിയായി കുളിച്ചു വന്നതിന് ശേഷം സുമാമ ആരുടെയും സമ്മർദ്ദമില്ലാതെ തന്നെ ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചുവെന്നാണ് ചരിത്രം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയുന്ന ചില വാക്കുകളുണ്ട്. മുഹമ്മദേ, ഇങ്ങോട്ട് വരുമ്പോൾ എന്നല്ല, ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ, അങ്ങയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത് വരെ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. പക്ഷേ അല്ലാഹുവിന്റെ ദൂതരെ, ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. ഇതുവരെ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുഖം അങ്ങയുടെ മുഖമാണ് മുഹമ്മദേ, അല്ലാഹുവിന്റെ ദൂതരെ. കാരണം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അത് പറയുന്നത്. ഇന്ന് വരെ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന പ്രദേശം അങ്ങയുടെ നഗരിയായ മദീനയായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രദേശം, ഇഷ്ടമുള്ള നാട് മദീനത്തുർ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഗരിയാണ്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് സുമാമത്ത് ബിൻ ഉസാൽ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെന്നാണ്. മുസ്ലിമായി നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു. മക്കക്കാർക്ക് ഭക്ഷണം എത്തിക്കുന്ന നാടാണ് യമാമ. അവിടുത്തെ ഭരണാധികാരിയാണ് സുമാമ. അതുകൊണ്ട് നാട്ടിലെത്തിയപ്പോ സുമാമ ആദ്യം ചെയ്ത് എന്താണെന്നറിയോ? സുമാമ പറഞ്ഞു, ഒരു പ്രതിജ്ഞയെടുത്തു.
വല്ലദീ നഫ്സു സുമാമത്തും ബിയദിഹി ലാ യഅതീകും ഹബ്ബത്തും മിൻ യമാമ ഇല്ലാ ബിഇദ്നി റസൂൽ. മക്കക്കാർക്ക് ഒരു സന്ദേശം അയക്കുകയാണ്. സുമാമയുടെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ സത്യം, ആരുടെ കരങ്ങളിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. സുമാമയുടെ നഫ്സ് ആരുടെ കരങ്ങളിലാണോ ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മക്കക്കാരെ, ലാ യഅതീകും ഹബ്ബത്തും മിൻ യമാമ ഇല്ലാ ബിഇദ്നി റസൂൽ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുമതിയില്ലാതെ യമാമയിൽ നിന്നും ഒരു തരി ധാന്യം പോലും ഇനി നിങ്ങൾക്ക് ലഭിക്കില്ല. ഒരു മണി ധാന്യം ഇനി നിങ്ങൾക്ക് യമാമയിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ദൂതന്റെ അനുമതി വേണം. സുമാമ മക്കക്കാർക്ക് കത്തയച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു പ്രയാസം മക്കക്കാർ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഒരു ഭക്ഷ്യ ഉപരോധത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞു. ആരാണ് മക്കക്കാർ? താൻ ജനിച്ച പ്രദേശമാണ് മക്ക. മക്കക്കാരാണ് തന്നെ ആ പ്രദേശത്ത് നിന്ന് ആട്ടിയോടിച്ചത്. അവിടെ ഈ ദീനനുസരിച്ച് ജീവിക്കാനും ഈ ദീനിന്റെ പ്രബോധനം നിർവഹിക്കാനുമുള്ള ഒരു വക സ്വാതന്ത്ര്യവും അനുവദിക്കാത്ത മക്കക്കാർ, ആ മക്കക്കാരെ പ്രയാസപ്പെടുത്താനുള്ള ഒരു നല്ല അവസരം പ്രവാചകന്റെ കയ്യിൽ ലഭിച്ചപ്പോ റസൂലുള്ള ദുരുപയോഗം ചെയ്തില്ല. റസൂലുള്ള യമാമയിലെ ഭരണാധികാരിയായ സുമാമയ്ക്ക് സന്ദേശമയച്ചു. സുമാമ, പാടില്ല, ആളുകളെ പട്ടിണിക്കിടാൻ പാടില്ല. സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് മക്കയിൽ. അവർക്ക് പടച്ചതമ്പുരാൻ അവന്റെ ഔദാര്യമായിട്ട് സമ്മാനിച്ചിട്ടുള്ള അന്നം അവർക്ക് തടയാൻ പാടില്ല. സുമാമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയ്ക്ക് സന്ദേശം അയച്ചുകൊണ്ട് ആ ഭക്ഷ്യ ഉപരോധം പിൻവലിച്ചു എന്നതാണ് ചരിത്രം. സഹോദരങ്ങളെ, ഇതാണ് കാരുണ്യം. എവിടെ നിന്ന് ലഭിച്ചു പ്രവാചകന് ഈ കാരുണ്യം? അത് ഖുർആനിൽ നിന്ന് ലഭിച്ചതാണ്. ഖുർആനികമായ ആശയത്തിന്റെ പ്രായോഗികമായ സമ്പൂർണമായ പൂർത്തീകരണമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത്. മക്കക്കാർ ഒരുപാട് ദ്രോഹം പ്രവാചകന് നേരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തുല്യ നാണയത്തിൽ ദ്രോഹിക്കുകയില്ല പ്രവാചകൻ ചെയ്തത്. കാരണം നന്മയും തിന്മയും തുല്യമാവുകയില്ല. തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്. അങ്ങനെ പ്രതിരോധിച്ചാൽ ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ, നിങ്ങൾക്കും നിങ്ങളോട് വിരോധമുള്ള ആളുകൾക്കുമിടയിൽ ഉള്ള ശത്രുത കുറഞ്ഞു പോകും. കഅന്നഹു വലിയുൻ ഹമീം, മൈത്രി ബന്ധം രൂപപ്പെടും നിങ്ങൾക്കിടയിൽ. പക്ഷേ വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറൂ, ക്ഷമാലുക്കളായ ആളുകൾക്ക് മാത്രമേ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ അളീം, വലിയ ഭാഗ്യവാന്മാരും ക്ഷമാലുക്കളുമായ ആളുകൾക്ക് മാത്രമേ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ഉദാത്തമായ ഖുർആനികമായ ആശയം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഖുർആനികമായ ആശയത്തിന്റെ പൂർണ്ണമായ രൂപമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് അള്ളാഹു തന്നെ നൽകിയത്. നമുക്കൊക്കെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആരാ നൽകാറുള്ളത്? അത് നാം പഠിച്ച സ്ഥാപനം, അതല്ലെങ്കിൽ നാം ജോലി ചെയ്ത സ്ഥാപനം. നാം ഉയർന്ന ജോലികൾക്ക് വേണ്ടി അതല്ലെങ്കിൽ പ്രമോഷന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ പലപ്പോഴും സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാറുണ്ട്. നാം പഠിച്ച സ്ഥാപനത്തിൽ നിന്ന്, നാം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ദൂതൻ ആരാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? അള്ളാഹുവാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിശ്ചയം പ്രവാചകരെ അങ്ങ് ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അള്ളാന്റെ റസൂലിന്റെ ആ ഒരു പെരുമാറ്റം പോരാ, അതത്ര നന്നായില്ല. മനുഷ്യർ എന്ന നിലയ്ക്ക് മനുഷ്യ സഹജമായി പ്രവാചകനും മനുഷ്യനാണെന്ന് തെളിയുന്ന രീതിയിലുള്ള അപൂർവം ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പൂർണ്ണതയായിരുന്നു പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെയും സ്വഭാവത്തിന്റെയും ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ പറ്റി പറയുന്ന ഒരു വാക്കാണ്, നിശ്ചയം ഞാൻ നിയുക്തനായിട്ടുള്ളത് സൽ സ്വഭാവത്തിന്റെ എല്ലാ ഗുണങ്ങളെയും പൂർത്തീകരിക്കാനാണ്. എല്ലാ ഗുണങ്ങളും ആ വ്യക്തിത്വത്തിൽ ഉണ്ടായിരുന്നു. സൽ സ്വഭാവത്തിന്റെ എല്ലാ ഗുണങ്ങളെയും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിയുക്തനായത്. അള്ളാന്റെ റസൂലിന്റെ സ്നേഹം അനുഭവിക്കാത്ത ആളുകൾ ആരാണുള്ളത്? ശത്രുക്കൾ ധാരാളം അനുഭവിച്ചു, വേണ്ടോളം അനുഭവിച്ചു. എതിരാളികൾ പ്രവാചകന്റെ സ്നേഹം അനുഭവിച്ചു. റസൂലുള്ളാഹിന്റെ വിട്ടുവീഴ്ചയിലൂടെ പ്രതികാരം ചെയ്യാനുള്ള അവസരം ഏറ്റവും നന്നായി ഒത്തുവന്ന ഘട്ടം മക്കാ വിജയഘട്ടം. പ്രവാചകൻ പ്രതികാരം ചെയ്താൽ ചോദിക്കാനും പറയാനും ആരുമില്ല. മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലാണ്. മക്കയും ഇസ്ലാമിന്റെ കരങ്ങളിലേക്ക് വന്ന ഘട്ടം, മക്കയും ഇസ്ലാം പൂർണ്ണമായും നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായ ഘട്ടം, മക്കയിലും നടപ്പിലാക്കുന്ന സാഹചര്യമുണ്ടായ ഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികാരം ചെയ്തോ? ആരൊക്കെയാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ളത്? പ്രവാചകനെ മക്കയിൽ നാട്ടിയോടിച്ചവർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ സമീപത്ത് നമസ്കരിക്കുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല എറിഞ്ഞവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാരെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കിടത്തിക്കൊണ്ട് അവരുടെ മാറത്ത് വലിയ വലിയ പാറകൾ കയറ്റിവെച്ചുകൊണ്ട് അവരെ ഉപദ്രവിച്ച ആളുകൾ, പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ചിലരെയെങ്കിലും കൊന്നുകളഞ്ഞവർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരള് കടിച്ചു തുപ്പിയ ഹിന്ദ്, ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുന്തമെറിഞ്ഞ വഹ്ശി, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഉത്തരവുണ്ടായാൽ മതി, അവരുടെ മുഴുവൻ ശിരസ് ഭൂമിയിൽ വീഴും. പക്ഷേ പ്രവാചകൻ ഒറ്റ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നില്ല, മറിച്ച് പ്രവാചകൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഇദ്ഹബൂ അൻതുമുത് തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രരാണ്, സ്വതന്ത്രരാണ്. അതാണ് പ്രവാചകൻ, അതാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. അലം നശ്റഹ് ലക സദ്റക്, പ്രവാചകരെ നിങ്ങളുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലേ? അതാണ് ഹൃദയ വിശാലത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ പ്രവാചകൻ. ഇസ്ലാമിന്റെ കൊടിയ വിരോധികളായി ഒരു ഘട്ടത്തിൽ സജീവമായിരുന്ന മേൽപ്പറഞ്ഞ ആളുകൾ, അബൂ സുഫിയാനും ഹിന്ദും വഹ്ശിയുമെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വഴിയൊരുങ്ങിയത് പ്രവാചകന്റെ സഹിഷ്ണുതാപരമായ ഈ പെരുമാറ്റം കൊണ്ടായിരുന്നു. ആ പ്രവാചക ജീവിതത്തെ മാതൃകയാക്കി അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത. പ്രവാചകനെ മാതൃകയാക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാരുണ്യം, പ്രവാചകന്റെ സഹിഷ്ണുത, ആ വലിയ മഹത്തായ ഉന്നതമായ പെരുമാറ്റ രീതികൾ, അതിനെ മാതൃകയാക്കിക്കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. നാം പ്രകോപിതരാവാൻ സാധ്യതയുള്ള വലിയ സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലും ലോകത്തെല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. എത്തിസ്റ്റുകളും എക്സ് മുസ്ലിങ്ങളും ക്രിസംഖികളും സംഘപരിവാറും എല്ലാം ചേർന്നുകൊണ്ട് പ്രവാചകനെതിരെയും ഇസ്ലാമിനെതിരെയും ഐക്യമുന്നണി രൂപപ്പെട്ട കാലമാണ്. ശരിയാണ്. ഈ കാലം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ, യൂട്യൂബ് തുറന്നാൽ ഉടനെ പ്രത്യക്ഷപ്പെടുകയാണ് ഒരുപാട് ആളുകൾ. മഗ്രിബ് മുതൽ ഇശാ വരെ അവരുടെ പണി എന്താണ്? അള്ളാഹിനെയും റസൂലിനെയും കുറ്റം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുക, പ്രവാചകന്റെ കുടുംബ ജീവിതത്തെ വികലമായി ചിത്രീകരിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് യൂട്യൂബർമാരെ ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. അതിനൊക്കെ വലിയ പ്രൊമോഷനും പ്രോത്സാഹനവും നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സഹോദരങ്ങളെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന. അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനെയും ഹദീസിനെയും ഇസ്ലാമിക വിശ്വാസ സംഹിതകളെയും എല്ലാം വളരെ മോശമായി വക്രീകരിച്ചുകൊണ്ടിരിക്കുന്ന, ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ നാം അറിയണം, അസഹിഷ്ണുതയ്ക്ക് അസഹിഷ്ണുതയുടെ ഭാഷയിൽ മറുപടി കൊടുക്കലല്ല നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത്. ചിലരെങ്കിലും ആ രീതിയിൽ വ്യതിചലിച്ചു പോകുന്നുണ്ടോ? ഒരുപക്ഷെ അള്ളാഹിനെയും റസൂലിനെയും ഒന്ന് ചീത്ത പറയുമ്പോ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാവാം, അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളാരും നിയന്ത്രണം വിട്ടു പോകരുത്.
അസഹിഷ്ണുതയ്ക്ക് അസഹിഷ്ണുതയുടെ ഭാഷയിൽ മറുപടി കൊടുക്കണ്ട. കാരണം അത് ഖുർആൻ പഠിപ്പിച്ച ശൈലിയല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയല്ല. അതുകൊണ്ടൊന്നും ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ യാതൊരു നേട്ടവുമില്ല എന്നുള്ളതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഡെൻമാർക്കിലെ ജില്ലൻ പോസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചപ്പോ ചിലർ ആക്രമണോത്സുകരായി തെരുവിലിറങ്ങി. അങ്ങനെയാണ് ഖുവൈശി സഹോദരന്മാർ പത്രം ഓഫീസിൽ കയറിക്കൊണ്ട് 17 പേരെ കൊലപ്പെടുത്തിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്ലാമിന് പ്രത്യേകിച്ച് നേട്ടമുണ്ടായില്ലെന്ന് മാത്രമല്ല, നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ കുറച്ചുകൂടി വർദ്ധിച്ചു. വേറൊന്നും അതുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് കൂടി. യൂറോപ്പിലെ പള്ളികളിൽ പന്നിത്തലകൾ കെട്ടിത്തൂക്കുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാമാണ് സംഭവിച്ചത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ച ഘട്ടത്തിൽ പോലും ചില ചെറുപ്പക്കാർ യൂറോപ്പിലെ ഫുട്ബോൾ മൈതാനത്തിലേക്കാണ് പോയത്. എന്തിനാ പോയത്? പന്ത് കളിക്കാനല്ല. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ സ്നേഹിക്കാൻ പ്രാപ്തമാവുന്ന രീതിയിലുള്ള പ്രവാചക സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. നല്ല നല്ല ലഘുലേഖകൾ ധാരാളമായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആരാണ് പ്രവാചകൻ എന്ന് പൊതുജനങ്ങളെ പഠിപ്പിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള എല്ലാ തെറ്റായ ധാരണകളും നീങ്ങുന്ന രീതിയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചും ഖുർആനെ സംബന്ധിച്ചുമുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങുന്ന രീതിയിലുള്ള നല്ല നല്ല ലഘുലേഖകൾ പുറത്തിറക്കി എന്നുള്ളതാണ്. അള്ളാന്റെ റസൂലിന്റെ വ്യക്തി ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമൂഹിക ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാഷ്ട്രീയ ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമഗ്ര ജീവിത മേഖലയിലും മുന്നോട്ട് വെച്ചിട്ടുള്ള ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ ഉന്നതമായ മാതൃകകളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ലഘുലേഖകളും പുസ്തകങ്ങളും ജനങ്ങൾക്കിടയിൽ ധാരാളമായിട്ട് അവർ പ്രചരിപ്പിച്ചു. അതാണ് സഹോദരങ്ങളെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന ഖുർആനിന്റെ ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ടേ കാര്യമുള്ളൂ, അതുകൊണ്ടേ നേട്ടമുള്ളൂ. ജെറി ജോൺസൺ ഇസ്ലാം വിരുദ്ധനായ ഒരു അമേരിക്കൻ പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഖുർആൻ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ ഘട്ടത്തിൽ അമേരിക്കൻ മുസ്ലിങ്ങൾ അവര് പ്രകോപിതരായില്ല. ഖുർആന്റെ 1 മില്യൺ കോപ്പി പ്രസിദ്ധീകരിച്ചവർ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. ഖുർആന്റെ 1 മില്യൺ കോപ്പി പരിഭാഷ പ്രസിദ്ധീകരിച്ച് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. സഹോദരങ്ങളെ, ഇതാണ് ക്രിയാത്മകമായ പ്രതിരോധം എന്ന് പറയുന്നത്. കാരണം മോശമായ ഭാഷയിൽ ആളുകളോട് പ്രതികരിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. രക്തച്ചൊരിച്ചിലിന്റെ വാർത്തകൾ കേട്ട് ജനമനസ്സുകൾ മരവിച്ചു പോയ ലോക സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കാനും യുദ്ധവാർത്തകളും സംഘർഷവും പരസ്പരമുള്ള വാഗ്വാദങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന രംഗങ്ങളും ഒന്നും കേൾക്കാനും കാണാനും താങ്ങാനുമുള്ള ശേഷി മനുഷ്യർക്കില്ലാതായി പോയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 42,000-ൽ പരം വരുന്ന ആളുകളാണ് ഫലസ്തീനിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഈ ഒക്ടോബർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൃത്യമായിട്ട് ലോകത്തിന്റെ കയ്യിലുള്ള കണക്കതാണ്. കയ്യിലില്ലാത്ത കണക്കിൽ വേറെയും ആളുകൾ രക്തസാക്ഷിയായിട്ടുണ്ടാവും. ഏതായാലും 1,00,000-ഓളം വരുന്ന ആളുകൾ രക്തസാക്ഷികളായി ഫലസ്തീനിൽ. ഇതാ ലബനാനിൽ നിന്നും പേജറുകൾ പൊട്ടിത്തെറിച്ച് പാവപ്പെട്ട കുഞ്ഞുങ്ങളും സ്ത്രീകളും അതേപോലെ ആരോഗ്യ പ്രവർത്തകരും മറ്റു നിരപരാധികളായ ആളുകളുമെല്ലാം മരിക്കുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇസ്രായേലിന്റെ ചെയ്തികളാണ്, അക്രമങ്ങളാണ്. അന്ത്യദിനം സംഭവിക്കുന്നതിന്റെ മുമ്പ് അവരതിന്റെ ശിക്ഷ അനുഭവിക്കാതിരിക്കില്ല. ഇന്നത്തെ യുദ്ധങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് സൈനികർ പരസ്പരമുള്ള പോരാളികൾ പരസ്പരം ഏറ്റുമുട്ടി പോരാളികൾ രക്തസാക്ഷികളാവുന്നു എന്നുള്ളതല്ല, മരിച്ചു പോകുന്നു എന്നുള്ളതല്ല, കൊല്ലപ്പെടുന്നു എന്നുള്ളതല്ല. ഇന്നത്തെ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം സ്ത്രീകളും കുഞ്ഞുങ്ങളും ധാരാളമായിട്ട് മരിച്ചു പോകുന്നു എന്നുള്ളതാണ്. നിരപരാധികളായ മനുഷ്യർ ധാരാളമായി മരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രവാചക പാഠം കൂടുതൽ പ്രസക്തമാവുന്നത്. ഓരോ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് ഉപദേശിച്ചിരുന്നത്. റസൂലുള്ള പറയും, ഓരോ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും പറയും തന്റെ അനുയായികളോട്, വലാ തഖ്തുലൂ തിഫ്ലൻ വലാ ശൈഖൻ കബീറൻ വലംറഅത, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലരുത്, അവര് യുദ്ധത്തിന്റെ ഭാഗമല്ല. നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, നിങ്ങൾ വയസ്സായ ആളുകൾ
ആളുകളെ, വൃദ്ധരെ കൊല്ലരുത് നിങ്ങൾ. അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. വലംറഅത്തൻ, സ്ത്രീകളെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും നിങ്ങൾ കൊന്നേക്കരുത്. അത് കാടത്തമാണ്, അക്രമമാണ്, അനീതിയാണ്. അത് യുദ്ധത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യമല്ല, അത് അക്രമമാണ്. അത് ചെയ്തേക്കാൻ പാടില്ല. അള്ളാന്റെ റസൂൽ, ആ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ ദർശനം ലോകത്തിന് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് പറയുക ലോകത്തോട്. ഈ റബീഉൽ അവ്വലിൽ അത് പറയുക, റബീഉൽ അവ്വൽ കഴിഞ്ഞാലും അത് പറയുക. റസൂലുള്ളാഹിയുടെ സ്വഭാവം, പെരുമാറ്റം, റസൂലുള്ളാഹിന്റെ മാതൃക, പ്രവാചകന്റെ സ്നേഹം, പ്രവാചകന്റെ കാരുണ്യം, അത് പഠിക്കട്ടെ ലോകം. കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ പ്രവാചക ദർശനം വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും മാതൃകയിലൂടെ ഈ ദീനിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്, വിട്ടുവീഴ്ചയിലൂടെ ദീനിനെ പ്രചരിപ്പിക്കുക. വിട്ടുവീഴ്ച നിങ്ങൾ നിലപാടായി കൈകൊള്ളുക. ആളുകളോട് നല്ലത് കൽപ്പിക്കുക, പ്രബോധനം ചെയ്യുക. പക്ഷേ വിട്ടുവീഴ്ചയുടെ മാതൃക, കാരുണ്യത്തിന്റെ മാതൃകയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വിവരമില്ലാത്ത ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറി പറയുന്നുണ്ടാവും അള്ളാഹിനെ പറ്റി, റസൂലിനെ പറ്റി വളരെ മോശമായ കാര്യം. അതൊക്കെ വളരെ കൃത്യമായി പഴയകാലത്തേതുപോലെയല്ല, ഒരു മറയുമില്ലാതെ. അതിനൊന്നും ആളുകൾ, പൊതുവെ പൊതുസമൂഹം പോലും അതൊരു വലിയ പാതകമായി കാണാതെ, ഇതൊക്കെ ആളുകൾ ഇന്നിപ്പോ പ്രവാചക നിന്ന എന്നൊക്കെ പറഞ്ഞ ഓരോ ദിവസവും അത് നടന്നുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു കാലത്തല്ല. പണ്ടൊക്കെ ഏതെങ്കിലും ഒരാൾ ഒറ്റപ്പെട്ട ഓരോ കാര്യങ്ങൾ പറയുമ്പോ അത് മാസങ്ങളോളം, വർഷങ്ങളോളം ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഓരോ രാത്രിയിലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെയും റസൂലിനെയും നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിശ്വാസികൾ, ഈ ജാഹിലികൾ അവഗണിക്കുക. വിവരമില്ലാത്തവരെ നിങ്ങൾ അവഗണിക്കുക. വിട്ടുവീഴ്ചയുടെ സ്വഭാവം, കാരുണ്യത്തിന്റെ പ്രകൃതം, അതാണ് ഏറ്റവും നല്ല പ്രബോധന ശൈലി എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ ഖൈരി അഖ്ലാഖിദ് ദുനിയാ വൽ ആഖിറ. ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗുണം, ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വഭാവ ഗുണം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. റസൂലുള്ളാഹി പറയാണ്, തസിലു മൻ ഖതഅക്. നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകൾ ഉണ്ടാവും, അവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. നിനക്ക് നൽകാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് കൊടുക്കുക. അവര് നിനക്കൊന്നും നൽകൂല, നിന്നെ അവഗണിക്കും. പക്ഷെ നീ എന്ത് ചെയ്യണം? അവർക്ക് കൂടി നൽകണം. നിന്നോട് അക്രമം ചെയ്ത ആളുകളോട് നീ വിട്ടുവീഴ്ച ചെയ്യുക. നിന്നോട് അക്രമം ചെയ്തവരോട് നീ വിട്ടുവീഴ്ച ചെയ്യുക. അത് പ്രബോധന രംഗത്ത് മാത്രമല്ല, ഈ വിട്ടുവീഴ്ചയുടെ കാരുണ്യത്തിന്റെ ശൈലി ജീവിതമാസകലം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, കം അഅഫു അനിൽ ഖാദിം, ഞാൻ എൻ്റെ വേലക്കാരന് എത്ര തവണ വിട്ടുവീഴ്ച നൽകണം? എൻ്റെ വീട്ടിൽ പണിയെടുക്കുന്ന എൻ്റെ സെർവൻ്റായിട്ടുള്ള വേലക്കാരനായ ആൾക്ക് ഞാൻ എത്ര തവണ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞു, ഫീ കുല്ലി യൗമിൻ 70 മറ, എല്ലാ ദിവസവും 70 തവണ നീ വിട്ടുവീഴ്ച ചെയ്യണം. എന്ന് പറഞ്ഞാൽ അയാളോട് കോപിക്കാനുള്ള ഒരു സമയവും നിനക്കില്ല, 70 തവണ വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, സഹിഷ്ണുതയുടെ ആ പ്രബോധന സംസ്കാരത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും ആ ഒരു സ്വഭാവത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച സത്യസാക്ഷ്യമാവുന്ന ദൗത്യം നിർവഹിക്കുവാനും നമുക്ക് സാധ്യമാവണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.